വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിലേക്ക് പുതിയ വേക്കൻസി വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് നമ്പർ 1/2025, 2/2025, 3/2025. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 12/2/2025 വെനസ്ഡേ മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് ഓൺലൈൻ ഫീ 12/3/2025 വെനസ്ഡേ. 12/2/2025 ഫെബ്രുവരി മാസം 12 മുതലാണ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങുന്നത്. അവസാന ഡേറ്റ് മാർച്ച് 12, 2025 ആണ്. Details of advertisement. Online applications are invited from the eligible candidate for appointment to the online applications are invited from the eligible candidate for appointment to the following post. 1. Technical Assistant A. 3 തസ്തികയാണുള്ളത്. ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം കൊൽക്കത്തയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക്സിൽ ഒരു വേക്കൻസിയാണ്, അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ഇലക്ട്രിക്കൽ ഒരു വേക്കൻസിയാണുള്ളത്, അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. കമ്പ്യൂട്ടർ ഒരു വേക്കൻസിയാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. പേ മെട്രിക്സ് 29,200 മുതൽ 92,300 വരെ. ലെവൽ 5 ആണ്. ബേസിക് പേ വരുന്നത് 29,200 പ്ലസ് usual allowances as admissible to central government employees. Total involvement is 58,944 per month. 58,944 രൂപ ഓരോ മാസം കിട്ടും ഈ തസ്തികയ്ക്ക്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ കോഴ്സ്, 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ NIELITA erstwhile DOEC A level diploma or information technology from a duly recognized institution or Bachelor of Computer Application BCA or Computer Science. ലൈസൻസ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ കോഴ്സുകൾ, 3 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ കമ്പ്യൂട്ടർ സയൻസിലോ നേടിയ ഡിപ്ലോമക്കാർക്കും NIELTSന്റെ A ലെവൽ ഡിപ്ലോമ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്. ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്കോപ്പ് ഓഫ് വർക്ക് ഡെവലപ്മെന്റ് ഓഫ് മോഡൽ ആൻഡ് എക്സിബിറ്റ് ഓർ മേജർ റിപ്പയർ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്സിബിറ്റ് ഓർ equipment or installation, costing and estimating for exhibit and work, maintenance of records, supervision of subordinate staff, design and drawing of exhibit models, equipment installation, helping curators and technical officer in their work or operation and programming in computer and accessories, maintenance of records in computers, development of software, conducting computer training classes, development of computer and hardware interface, interactive digital graphics development. ടെക്നീഷ്യൻ A 8 പോസ്റ്റ് ആണുള്ളത്. ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം കൊൽക്കത്ത. ഫിറ്റിംഗ് 1 OBC കാറ്റഗറിക്ക് വേണ്ടിയാണ്. മെഷീനിസ്റ്റ് അൺറിസർവ്ഡ് ആണ്. കാർപ്പൻട്രി EWSനാണ്. ഡ്രാഫ്റ്റ്മാൻഷിപ്പ് അൺറിസർവ്ഡ് ആണ്.
നോർത്ത് ബംഗാൾ സയൻസ് സെൻറ്റർ സിലിഗുരി ഫിറ്റിംഗ് ഒരു വേക്കൻസി അൺറിസർവ്ഡ് ആണ്. ഡിസ്ട്രിക്ട് സയൻസ് സെൻറ്റർ ഫിറ്റിംഗ് ഒരു വേക്കൻസിയാണുള്ളത്. SC കാറ്റഗറിക്ക് വേണ്ടിയാണ്. സയൻസ് സെൻറ്റർ അതിൽ ഇലക്ട്രോണിക്സ് അൺറിസർവ്ഡ് ഒരെണ്ണമുണ്ട്. ഇലക്ട്രിക്കലും EWS ആണ്. ഇലക്ട്രിക്കലിൽ ഒരു വേക്കൻസിയാണ്. ഇലക്ട്രോണിക്സ് ഒരു വേക്കൻസിയാണ് അൺറിസർവ്ഡ്. പേ മെട്രിക്സ് വരുന്നത് 19,900 ആണ്. പേ മെട്രിക്സ് വരുന്നത് 19,900 മുതൽ 63,200 വരെ. ലെവൽ 2 ആണ്. ബേസിക് പേ 19,900. ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് 38,483 പെർ മന്ത് ഫോർ BIT കൊൽക്കത്ത. 31,814 പെർ മന്ത് ഫോർ DSC. 35,804 പെർ മന്ത് ഫോർ NBSC സിലിഗുരി. 33,814 പെർ മന്ത് ഫോർ SC ബർദ്വാൻ. Essential qualification SSC or matriculation with a certificate from ITA or equivalent in relevant discipline. And the candidate must have 1 year experience after obtaining the certificate for course during 2 years. For candidate obtain certificate of 1 year course duration, 2 years relevant experience after obtaining the certificate shall be required. Scope of work: operation, fabrication, handling, packing, installation and maintenance of exhibits, equipment, instruments, installations and or tracing and drawing, operation, maintenance of mechanical and electronic equipment. Disclaimer: benefits of reservation under EWS category can be availed upon production of an income and asset certificate issued by competent authority in the format prescribed by Government of India for the financial year 2023-24 and are valid for the year 2024-25. ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 2 പോസ്റ്റാണ്. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം കൊൽക്കത്തയിലേക്കാണ് 2 വേക്കൻസി വന്നിരിക്കുന്നത്. ആൻഡ് 1 പോസ്റ്റ് അൺറിസർവ്ഡ് അറ്റ് ശ്രീകൃഷ്ണ സയൻസ് സെൻറ്റർ പാറ്റ്ന. പേ മെട്രിക്സ് വരുന്നത് 19,900 മുതൽ 63,200 വരെ. ലെവൽ 2 ആണ്. ബേസിക് പേ 19,900 പ്ലസ് യൂഷ്വൽ അലവൻസസ് ആസ് അഡ്മിസിബിൾ ടു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്. ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് 38,483 പെർ മന്താണ് ഫോർ BITM കൊൽക്കത്ത ആൻഡ് 36,493 പെർ മന്ത് ഫോർ SSC പാറ്റ്ന. Officers-ന്റെ essential qualification: higher secondary or its equivalent. The candidate must qualify in typing test of 10-minute duration with at least 35 words per minute in English or 30 word per minute in Hindi on computer corresponding to 10,500 or 9,000 key depression per hour KDPH respectively, duly supported by certificate from a government recognized institution. Scope of work: typing, dispatch of desk, issue of ticket, photocopy, maintenance of files, preparation and processing of bill, making entries in various registered ledgers, etc. Handling purchase and stores, compilation of facts and figures for report, statement, etc. in computer, cash handling and check writing whenever required. Any other work entrusted by the superiors from time to time. Junior stenographer. 1 post, ഒരു പോസ്റ്റാണുള്ളത്. അത് ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം കൊൽക്കത്തയിലേക്കാണ്. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്.
പേ മെട്രിക്സ് 25,500 മുതൽ 81,100 വരെ. ലെവൽ 4 ആണ്. ബേസിക് പേ 25,500 പ്ലസ് യൂഷ്വൽ അലവൻസ് ആസ് അഡ്മിസിബിൾ ടു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി. ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് 52,173 പെർ മന്ത്. Essential qualification: higher secondary or its equivalent and minimum speed of 80 words per minute in shorthand, duly supported by certificate from government recognized institution. Scope of work: stenographic service, typing, photocopying, sending, receiving emails, fax message, maintenance of files, ledgers, records, etc. in computer, attending telephone calls and any other work assigned by superior from time to time. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. 35 വയസ്സ് 35 years ആസ് ഓൺ 12/3/2025 ഫോർ സീരിയൽ നമ്പർ 1 to 2 ആൻഡ് 25 years ആസ് ഓൺ 12/3/2025 ഫോർ സീരിയൽ 3 and 4. തസ്തിക 1-നും 2-നും 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. 3-നും 4-നും 25 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ആൻഡ് റിസർവ്ഡ് കാറ്റഗറീസ് ഫോർ കാൻഡിഡേറ്റ് ഷാൽ ബി ഗവേൺഡ് ആസ് പെർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ്. റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് ഗവൺമെന്റ് റൂൾസിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ പേയബിൾ 885 രൂപ. അതിൽ 750 രൂപ ഫീസും പ്ലസ് GST 18% 135 രൂപ. ₹885 only. Woman candidate and candidate belong to SC scheduled caste, scheduled tribes, person with a disability and ex-serviceman eligible for reservation and exempted from payment of fees. One കാൻഡിഡേറ്റിന് ഫീസില്ല. അതുപോലെ തന്നെ SC ST PWD ആൻഡ് എക്സ്-സർവീസ്മാൻ ഈ കാറ്റഗറി വരുന്നവർക്കും ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫീ ക്യാൻ ബി പെയ്ഡ് ത്രൂ Beam UPI, net banking or by using Visa, MasterCard, Mastro, RuPay, credit card, debit card. Candidates who are not exempted from payment of fees must ensure that their fees have been deposited within due date. Application which remain incomplete due to non-receipt of fees will be summarily rejected. No request consideration of such application and fee payment of fees specified in the details advertisement shall be entertained. Fees once paid shall not be refunded under any circumstance, nor will be adjusted against any other examination or selection. How to apply? Applications are required to submit in online mode only with self-attested scanned copies of all certificates, testimonials and relevant documents in JPEG, JPG format up to 200 KB at the official website batm.gov.in. Recruitment. In the online application form, candidates are required to upload the scanned color recent passport size photograph in JPEG, JPG format up to 100 KB and scanned signature up to 100 KB. ഫോട്ടോഗ്രാഫും ഈ സിഗ്നേച്ചറും 100 KB കൂടാൻ പാടില്ല. ലാസ്റ്റ് ഡേ സബ്മിഷൻ ആപ്ലിക്കേഷൻ 12 മാർച്ച് 2025 Candidate thereon submit online application much before closing date. Not wait till the last date. Avoid possibility of a discussion in availability of failure to log into BATM website. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷയെല്ലാം സമർപ്പിക്കുക.
Call letter or admit card against valid application will be sent to the candidate at their email IDs mentioned in the applications, which is required to produced at the time of admission to the examination along with a valid photo ID card in original. Vice Aadhaar card, PAN card, voter ID card, driving license, passport, etc. Before submission of online application, candidate must check that they have filled the correct details in each field of the form. After submission of online application form, no change, correction, modification will be allowed under any circumstances. Request received in the regard in any form like post, fax, email, by hand shall not be entertainment. Applications സമർപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ഇമെയിലായിട്ടായിരിക്കും കാൾ ലെറ്ററും അഡ്മിറ്റ് കാർഡും ഒക്കെ വരുന്നത്. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 12 മാർച്ച് 2025, 12/3/2025 ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപേക്ഷയോടൊപ്പം സെൽഫ് അറ്റസ്റ്റഡ് സ്കാൻഡ് കോപ്പീസ് ഓഫ് ആൾഡ് സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടതാണ്. അതിൻ്റെ സൈസ് വരുന്നത് 200 KB താഴെ ആയിരിക്കണം. ഓൺലൈൻ മോഡിലാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. Thanks for watching my channel. Thanks for watching my videos. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക. ചാനലും വീഡിയോസും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel. Thank you.